തലസ്ഥാന നഗരിയിൽ നടക്കുന്ന IFFKയിൽ വിലക്കിയ 4 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി കിട്ടി. ബേഫ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ, ഈഗിൾസ് ഓഫ് റിപ്പബ്ലിക്, ഹാർട്ട് ഓഫ് ദ വോൾഫ് എന്നീ ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിച്ചത്. ഇനി 15 സിനിമകൾക്ക് കൂടി അനുമതി ലഭിക്കാനുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. രാഹുൽ, വലിയ വിമർശനമാണ് മന്ത്രി സജി ചെറിയാനൊക്കെ നേരത്തെ ഉന്നയിച്ചത്. സിനിമ ആസ്വാദകരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ടായി. മറ്റൊരു സിനിമകൾ, ഇനി അവശേഷിക്കുന്ന 15 സിനിമകൾക്ക് കൂടി അനുമതി കിട്ടുമോ? ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇത് അക്കാദമിക്ക് പറ്റിയൊരു പിഴവാണോ എന്നൊരു സംശയം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ്? ഏതായാലും ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അക്കാദമി അത് നിസ്സഹായാവസ്ഥയിലാണ്, അവർ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ പോലും ഷെഡ്യൂൾ ചെയ്ത സിനിമകൾ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാരണം മുൻകൂറായി ബുക്ക് ചെയ്യുന്നു, അതുകൂടാതെ സിനിമകൾക്കും പ്രത്യേകം ബുക്കിംഗ് ഉണ്ട്. അത് ബുക്ക് ചെയ്താണ് ആളുകൾ കാത്തു നിൽക്കുന്നത്. അവർ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴാണ് ഈ സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന തരത്തിലേക്ക് അറിയിപ്പുണ്ടാകുന്നത്. പിന്നീടാണ് ഈ മെസ്സേജ് വഴിയൊക്കെ ആളുകളെ അറിയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിസ്സഹായ അവസ്ഥ അവർ പറയുന്നുണ്ട്. അപ്പോഴും ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത് ചെയർമാൻ ഇവിടെ ഇല്ല എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഉത്തരം, ചെയർമാൻ ഇല്ലെങ്കിലും ഇവിടെ മറ്റ് സംഘാടകരുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുമെന്ന ഒരു ഉത്തരമാണ് പ്രതീക്ഷിച്ചെങ്കിലും ചെയർമാൻ്റെ ദൗത്യം എത്രമാത്രം പ്രധാനമാണെന്ന് അല്പസമയം മുൻപാണ് സംവിധായകൻ കമൽ നമ്മോട് പറഞ്ഞത്. അതായത് സർക്കാരിന് പോലും ഇല്ലാത്ത ഒരു അധികാരം, ഫെസ്റ്റിവൽ ചെയർമാനാണ്, ഫെസ്റ്റിവൽ ഡയറക്ടറാണ് ചെയർമാൻ റസൂൽ പൂക്കുട്ടി. അദ്ദേഹത്തിന് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഏത് സിനിമ പ്രദർശിപ്പിക്കണമെന്ന തീരുമാനം അന്തിമമായി എടുക്കുന്ന ചെയർമാനാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരാളെ ചെയർമാനാക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യം പോലും സംവിധായകൻ കമൽ ഇപ്പോൾ എന്തായാലും മാധ്യമങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അത്തരം ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, അക്കാഡമിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇത് ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പ്രശ്നമുണ്ടായോ എന്ന ചോദ്യം തുടങ്ങി വെക്കുന്നത് സംവിധായകൻ ഡോക്ടർ ബിജു ആണ്. അതിന് പിന്തുണയുമായി നിരവധി ആളുകൾ എത്തുന്നുമുണ്ട്. പക്ഷേ അക്കാഡമി ആവർത്തിച്ച് പറയുന്നത്, അക്കാദമിയും തൊട്ടു മുമ്പ് നമ്മോട് സംസാരിച്ച സംവിധായകൻ കമലും ആവർത്തിച്ച് പറഞ്ഞത് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അങ്ങനെ മുൻകൂറായി ലഭിച്ച ചിത്രങ്ങളല്ല, മുൻകൂറായി അനുമതി ലഭിച്ച ചിത്രങ്ങളല്ല എപ്പോഴും പ്രദർശിപ്പിക്കാറുള്ളത്. ചിത്രങ്ങൾ വരുന്നു, അത് അനുമതിക്കായി നൽകുന്നു, അത് ഷെഡ്യൂൾ ചെയ്ത ശേഷം എല്ലാത്തിനും കൃത്യമായ അനുമതി ലഭിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. അത് തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിച്ചത്. പക്ഷേ 19 സിനിമകളെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കി, അസന്നിഗ്ധാവസ്ഥയിലാക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.